കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇങ്ങനെ കൊടുപിരി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പയ്യന്നൂരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും 7ാമത്തെ തവണയാണ് പയ്യന്നൂരിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മുടെ കൂടെ ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് 2 പേരാണ് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ടുള്ളത്. DAP UP സ്കൂൾ പാറാലിലെ 2 വിദ്യാർത്ഥികളാണ്. നമസ്കാരം. 2 പേരും പേരെന്താണ്? മുഹമ്മദ് കെ, ആയിഷ കെ. ഓക്കെ. അപ്പോൾ 2 പേരും പാറാൽ സ്കൂളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏത് വിഭാഗത്തിലാണ് ഇപ്പോൾ മത്സരിച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്? അറബിക് പദ്യം ജനറൽ UP, ഖിറാത്ത് അറബിക് UP. ഏതാണ്? ഖിറാത്ത് ഖുറാൻ പാരായണം UP. ഖുറാൻ പാരായണം. ഓക്കെ. അപ്പോൾ 2 പേരും ഭയങ്കര പാവം കുട്ടികളാണെന്ന് തോന്നുന്നല്ലോ. ഇത്രയും നന്നായി മത്സരിച്ചിട്ട് 1ാം സ്ഥാനമൊക്കെ കിട്ടി നിൽക്കുമ്പോൾ എന്താ കുറച്ചുകൂടെ എനർജിക്ക് വേണ്ടേ? ഉഷാറല്ലേ? ഉഷാറായിട്ട് നിൽക്കുന്നത്. സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. എന്നിട്ട് എന്താ കാണാത്ത സന്തോഷം? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 5ല്. ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു? ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നോ ഈ ഒരു മത്സരത്തിന് മുമ്പ്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒറ്റ വാക്കിൽ മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നതാണോ? ഇയാൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അത്രയില്ല. ഇപ്പം എന്ത് തോന്നുന്നു? നല്ല സന്തോഷമായി. ഇപ്പം നല്ല സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ കണ്ണൂർ വിഷൻ സ്റ്റുഡിയോയിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അഭിമാനമൊക്കെ തോന്നുന്നുണ്ടോ? സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇയാൾക്കോ? തോന്നുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും പദ്യം ചൊല്ലലായിരുന്നു. എന്തായിരുന്നു വിഷയം? പലസ്തീൻ വിഷയമാണ്. എന്താണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പലസ്തീൻ വിഷയത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണോ പദ്യം ചൊല്ലലിലേക്ക് കടന്നത്? കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവോ? ഇതിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു മോളുടെ? പരിശീലനം വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് പിടിച്ചോളൂ. വീട്ടിൽ നിന്ന് ചെയ്തതിന് സ്കൂളിൽ നിന്ന് കുറച്ചെല്ലാം നോക്കി. ഓക്കെ. വീട്ടിൽ നിന്നാണ് കൂടുതൽ പരിശീലനം ചെയ്തത്. ഓക്കെ. അപ്പോൾ ഖുറാൻ പാരായണം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എല്ലാ ദിവസവും പാരായണം നടത്തിയ ആ രീതിയിലാണോ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ ദിവസവും ഇടയ്ക്ക് നടത്തു. ഓക്കെ. അങ്ങനെ. അപ്പോൾ ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ് മത്സരത്തിന് വേണ്ടി? എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കഴിഞ്ഞ സ്കൂളിലത്തെ ടീച്ചേഴ്സ് സപ്പോർട്ട് തന്നിന്, ഫ്രണ്ട്സ് തന്നിക്ക്, കുടുംബക്കാർ തന്നിക്ക്, ടീച്ചേഴ്സ് തന്നിക്ക്, എല്ലാവരും സപ്പോർട്ടാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ കൂടെ ആരാ വന്നിട്ടുള്ളത് ഇവിടെ? ഇപ്പോൾ ടീച്ചേഴ്സാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പാറാൽ സ്കൂളിലെ 2 മിടുക്കന്മാരും മിടുക്കികളൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറിച്ച് എന്ത് പറയുന്നു? ടീച്ചേഴ്സ് നമുക്ക് സപ്പോർട്ട് നല്ലോണം തരുന്നുണ്ട്. ട്രെയിനിങ് നല്ലോണം ചെയ്യുന്നു. നല്ല ടീച്ചേഴ്സ് ആണല്ലേ? ഓക്കെ. അപ്പോൾ ഭാവിയിൽ വലുതായിട്ട് ആരാവണമെന്ന് ആഗ്രഹം? ടീച്ചർ തന്നെ. അപ്പോൾ ഈ ടീച്ചേഴ്സിനെ കണ്ടിട്ടാണോ അങ്ങനെ ടീച്ചർ ആവണമെന്ന് തോന്നിയത്? എനിക്ക് ടീച്ചർ തോന്നുന്നു. എങ്ങനെ? ടീച്ചർ തന്നെയാ തോന്നിയത്. എന്തായാലും ടീച്ചർ ആയേക്കാന്ന്. ഓക്കെ. ഏത് വിഷയത്തിന്റെ ടീച്ചറാണാവുന്നത്? ഏതെങ്കിലും വിഷയം ആയാൽ മതി. ടീച്ചർ ആയാൽ മതി. എങ്ങനെ? നല്ല ടീച്ചർ ആയിരിക്കോ? അടിക്കുന്ന ടീച്ചറായിരിക്കോ? കുട്ടികളെ അടിക്കൊന്നുമില്ല. ഇപ്പോഴത്തെ ടീച്ചർ അടിക്കാറുണ്ടോ? നല്ല ഫ്രണ്ട്ലി ആണോ? നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ്? ഫ്രണ്ട്ലിയാണ്. ചില സമയത്ത് നല്ല ഫ്രണ്ട്ലി ചെറിയ പേടിയൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഇയാളുടെ പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു മോന്റെ? സ്കൂളിൽ നിന്ന് തന്നെയാണ് പരിശീലനം? പഠിക്കും, സ്കൂളിൽ നിന്ന് പ്രാക്ടീസ്. ആരാണ് പദ്യം തിരഞ്ഞെടുത്ത് തന്നത്? ഷെരീഫ് സാറാണ്. ഷെരീഫ് സാർ എന്ത് വിഷയത്തിന്റെ അധ്യാപകനാണ്? മലയാളം. ഓക്കെ. മലയാളത്തിന്റെ അധ്യാപകനാണ്. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയായിരിക്കും അല്ലേ? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ ഇപ്പോൾ പദ്യത്തിന്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുന്നൊരു സാറായിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ മാഷിന്റെ എത്രത്തോളമായിരുന്നു പരിശീലനമൊക്കെ നൽകിയത്? ഏത് രീതിയിലൊക്കെയാണ് മാഷ് സപ്പോർട്ട് ചെയ്തത്? പഠിച്ചിട്ട് സാറിന് കേൾപ്പിച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഒരു പദ്യം ചൊല്ലലിന്റെ ഇതിലൊരു ചെറിയ ഭാഗം. ഓക്കെ. ഓക്കെ. അടിപൊളി. നന്നായിട്ട് പാടി. അപ്പോൾ ആക്ച്വലി വേദിയിൽ നിൽക്കുന്നതിനേക്കാൾ ഇപ്പം ടെൻഷൻ കൂടുതൽ തോന്നുന്നുണ്ടോ?
ഇല്ല. ടെൻഷനൊന്നുമില്ല, ഭയങ്കര കൂളാണല്ലേ. അപ്പം നാളത്തെ ഡോക്ടറും ടീച്ചറും ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഡോക്ടറായിട്ട് നാളെ ടീച്ചറായിട്ടും ഒക്കെ നമ്മുടെ കൂടെ സംവദിക്കാൻ വരണം അല്ലേ, സംസാരിക്കണം. ഓക്കെ, അപ്പോൾ നല്ല ഡോക്ടറും അതുപോലെ ടീച്ചറും ഒക്കെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ദാ ചിരിച്ചുകൊണ്ട് രണ്ടുപേരും നല്ലൊരു മധുര സമ്മാനം വാങ്ങിക്കേ. എവിടെ ചിരി എവിടെ? ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ടു പേർക്ക് വേണ്ടിയുള്ളൊരു സ്നേഹ സമ്മാനമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടിപൊളിയാവട്ടെ. താങ്ക് യു.